മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുൻകരുതൽ നിർദ്ദേശം ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടാവും. കേട്ട് പഴക്കം വന്നതുകൊണ്ട് തന്നെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഈ നിർദ്ദേശത്തെ പലപ്പോഴും തള്ളിക്കളയുന്ന പ്രവണതയും കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ വാചകത്തിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിയിക്കുന്ന ചില ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ആബെ ഫിലിപ്പ് അടുത്തിടെ പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പുകളുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഡോക്ടർ ആബെയുടെ വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ അമ്പരിപ്പിക്കുകയും മദ്യപാനത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾക്കും തുടക്കമിട്ടു. മിതമായ അളവിലാണെങ്കിൽ കൂടിയും തുടർച്ചയായി മദ്യം കഴിക്കുന്നവരിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഡോക്ടർ ആബെ ഫിലിപ്പിന്റെ പോസ്റ്റ്. ഇടയ്ക്കിടെ മാത്രം മദ്യം കഴിക്കുന്ന 32-കാരനായ ഒരു പുരുഷന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കരളിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഡോക്ടർ ആബെ മദ്യപാനത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഡോക്ടർ ആബെ ഫിലിപ്പ് പങ്കുവെച്ച് 2 ചിത്രങ്ങളിൽ ആദ്യത്തേത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മദ്യപിക്കുന്ന ഒരാളുടെ കരളിന്റെയും രണ്ടാമത്തേത് അയാളുടെ ജീവൻ രക്ഷിക്കാനായി കരൾ പകുത്തു നൽകാൻ തയ്യാറായ ഭാര്യയുടെ ആരോഗ്യമുള്ള കരളിന്റെ ചിത്രവുമായിരുന്നു. വാരാന്ത്യങ്ങളിൽ മാത്രം തുടർച്ചയായി മദ്യപിച്ചിരുന്ന 32-കാരന് ഗുരുതരമായ കരൾ രോഗം സ്ഥിരീകരിക്കപ്പെട്ടതോടെയാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഭാര്യ തന്റെ കരളിന്റെ ഒരു ഭാഗം പകുത്തു നൽകാൻ തീരുമാനിച്ചത്. മദ്യപാനികളെയും അല്ലാത്തവരെയും ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഈ 2 ചിത്രങ്ങളും. മദ്യപാനിയായ വ്യക്തിയുടെ കരൾ കറുത്ത് രക്തമയം തെല്ലുമില്ലാതെ മുറിവുകൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് കരൾ നൽകിയ ഭാര്യയുടെ കരൾ ചുമപ്പും പിങ്കും കലർന്ന നിറത്തിലും ആരോഗ്യകരമുള്ളതായി കാണപ്പെട്ടു. 2 കരളുകളും തമ്മിലുള്ള തീവ്രമായ വ്യത്യാസം ഡോക്ടർമാരെയും കാഴ്ചക്കാരെയും ഒരുപോലെ അമ്പരിപ്പിച്ചു. മദ്യപാനത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് തന്റെ പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകിയ ഡോക്ടർ ആബെ ചെറിയ അളവിൽ ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കുന്നത് പോലും കരളിന്റെ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഊന്നി പറഞ്ഞു.